ആകാശമൊക്കെ നോക്കിയാൽ അറിയാം കണ്ടോ. ഒരുമാതിരി പോകാനുള്ള വണ്ടിയാണോ? അല്ലടാ നിന്റെ അമ്മൂമ്മയെ കൊണ്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഹായ് ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇന്നൊരു വളരെ ത്രില്ലിങ് ട്രിപ്പാണ് നമ്മുടെ ബ്ലാക്കിയുടെ അതുപോലെ തന്നെ നമ്മുടെ സ്മോക്കിയുടെയും. അപ്പോൾ എന്തായാലും ഇത് നല്ല ലേറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി എടുത്തോണ്ട് ചെല്ലാം. ഇത് വണ്ടിയൊക്കെ വെളിയിൽ ഇറക്കിയിട്ടുണ്ട് നമ്മുടെ കിളിയണ്ണൻ. വരുവാ. ഓ ഗൈസ് പെട്ടെന്ന് പോയേക്കാം. നമ്മുടെ ഡേഞ്ചർ ഡാനി ആവുന്നതിന് മുമ്പ് നമുക്ക് പോയേക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വണ്ടിക്കകത്തൊക്കെ കയറിയിട്ടുണ്ട്. വണ്ടി വിട്ടോ. നിങ്ങൾ എന്നാ പരിപാടിയായി കാണിച്ചത്? ഫസ്റ്റ് ഞാൻ ഇറങ്ങി വന്നപ്പോൾ തന്നെ ഇപ്പം സ്മോക്കി പിള്ളേരെ പിക്ക് ചെയ്യാനായിട്ട് പോയി കാണും, അവിടെ എത്തിക്കാണും. ഇനി അവർ പോയി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തത്തുള്ളൂ. അപ്പോഴത്തേക്ക് പിള്ളേർ തെറി വിളിക്കും, ഇവൻ എന്തോ ലാഗാന്നൊക്കെ പറഞ്ഞു. പിന്നെ നിങ്ങളുടെ വണ്ടി വിളിക്കാതാവേ, അതാ ഞാൻ പറഞ്ഞേ. പരമാവധി സ്പീഡിൽ വീണതൻ്റെ ഇവിടെ ഇനി സിഗ്നൽ എത്ര നേരം ഇവിടെ ബ്ലോക്ക് കാണുമെന്ന് അറിയത്തുമില്ല. കണ്ട് ഇവിടെ കണ്ടോ എന്തോ ബ്ലോക്കാണ്. നിങ്ങളിതൊക്കെ അറിഞ്ഞേറ്റിച്ചിട്ട് നേരത്തെ വരരുതോ? രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാ, എന്നിട്ട് എപ്പോഴാണ് ഇറങ്ങുന്നത്? 6:30 ട്രിപ്പിന്, 6 മണിക്കത്തെ ട്രിപ്പിന് 6:30 ഇറങ്ങുന്നേ. എടാ, അത് നമ്മൾ DJ ഒക്കെ ഇട്ട് സെറ്റാക്കുമ്പോൾ പിള്ളേരങ്ങ് തണുത്തോളും. നീ അതൊക്കെ അങ്ങ് വിട്. നമ്മളെന്തായാലും ഇപ്പോൾ പറത്തി ഇത്ര സ്പീഡിൽ അവിടോട്ട് പോവില്ലയോ. ഓ, നമ്മുടെ പ്രോ ഡ്രൈവർ ഡേഞ്ചർ ഡാനി അല്ലയോ വണ്ടി ഓടിക്കുന്നത്. പിന്നെ എന്തുവാ ഇത്ര പാട് അവിടെ എത്താൻ? ആമ്മ കാര്യം ശരിയാ, ഡേഞ്ചർ ഡാനിയാ വണ്ടി ഓടിക്കുന്നത്. അതുകൊണ്ട് പിള്ളേർക്ക് വലിയ ദേഷ്യമൊന്നും കാണത്തില്ല. കുഴപ്പമില്ല അമ്മ, പതുക്കെയൊക്കെ വന്നാൽ മതി. ഞാൻ നോക്കിയൊക്കെ വണ്ടി ഓടിച്ചോളാം. ഓക്കേടാ, ശരി. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഗൈസ് എന്തായാലും ഇപ്പോൾ ഒരു 6:35 ഒക്കെ ആയിട്ടുണ്ട്. എന്തായാലും മഴയൊക്കെ തുടങ്ങി. മഴയാണോ? അതെ, മഴയാണ്. ഒക്കെ മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി. ഇപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാൻ പോകാം ഗൈസ്. അപ്പോൾ എന്തായാലും അവിടെ ഒരു കോളേജ് ട്രിപ്പാണ്, അതുകൊണ്ട് നല്ല വൈബായിരിക്കും. പ്രോ ഡ്രൈവറാന്നൊക്കെ പറഞ്ഞത് ഇതെന്തോ ഈ കാണിക്കുന്നത്? അടങ്ങ്, ഒരു പൊടിക്ക് അടങ്ങ്. അവൻ്റെ തൊലിഞ്ഞ ഒരു കിണി ഗൈസ്. എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഇവിടെ ഇച്ചിരി സീനാണ് ഇവൻ്റെ ഡ്രൈവിംഗ് ഒക്കെ. എന്തായാലും ഇവനെ കൊണ്ട് നമ്മൾ വണ്ടി ഓടിപ്പിക്കത്തുള്ളൂ. കാരണം ഇന്നലെ ഫുള്ള് നമ്മളാണ് വണ്ടി ഓടിച്ചത്. നമ്മുടെ മിറ്റ്സുബിഷിയുടെ വണ്ടിയൊക്കെ ബാക്കിൽ വെച്ചുകൊണ്ട് കഷ്ടപ്പെട്ട് നമ്മൾ ഓടിച്ച്. അതുകൊണ്ട് ഇന്ന് ഫുൾ ഇവനാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഇതേണ്ട സ്ഥലത്തൊക്കെ എത്താറായി. നമ്മുടെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാനായിട്ട് എത്താറായിട്ടുണ്ട്. ഇത് ഇവിടാണ്. അപ്പോൾ അതേണ്ട ഇവിടെ സിഗ്നലൊക്കെയാണ്. ഇതേ കണ്ടില്ല, നേരമൊക്കെ വെളുത്ത് വരുന്നതേ ഉള്ളൂ. ഇത് ആകാശമൊക്കെ നോക്കിയാൽ അറിയാം കണ്ടോ. ഒരുമാതിരി രാവിലെ ആയി വരുന്നതേ ഉള്ളൂ. നമ്മളവിടെ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ രാവിലെ ആയി വരുന്ന സൂര്യൻ ഉദിച്ച് വരുന്ന ടൈം നല്ല രസമാണ്. നമ്മുടെ വണ്ടി കാണുന്നത് ഒരുമാതിരി ഒരു ഗ്രേ കളറിലൊക്കെ ഇരിക്കുന്നു, നല്ല കിണ്ണം. ഓക്കെ, അപ്പോൾ ഗ്രീൻ ലൈറ്റ് സിഗ്നൽ കത്തി. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് പോകാം. ഓക്കെ, എന്തായാലും ഗ്രേ കളർ കണ്ടോ, ഒരുമാതിരി ഗ്രേ കളർ ഇരിക്കുന്നുണ്ട് നമ്മുടെ വണ്ടി. കിണ്ണം ലുക്കായിട്ടുണ്ട്. ഞാൻ മിക്കവാറും ഇത് ബ്ലാക്ക് മാറ്റി ഗ്രേയിലോട്ട് മാറ്റും. അത് കിടിലൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടാണ് നമ്മുടെ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യേണ്ട സ്ഥലം. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇടാം. ഓക്കേടാ, തിരിച്ചങ്ങോട്ട് കയറ്റിക്കോ. അങ്ങനെ അറ്റ്ലാസ്റ്റ് നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും എല്ലാവരും കയറി. ഇത് ട്രിപ്പ് പോകാനുള്ള വണ്ടിയാണോ? അല്ലടാ നിന്റെ അമ്മൂമ്മയെ കൊണ്ട് അടങ്ങടാ. ഈ കിട്ടിയ ട്രിപ്പൂടെ നീ നശിപ്പിച്ച് കളയുവോ ഇപ്പം? അല്ലണ്ണ, അവൻ ചോദിക്കുന്ന വീട്ടില്ലയോ, വണ്ടി ഇവിടെ കൊണ്ട് നിർത്തിയിട്ടേക്കുമ്പോൾ അവൻ ചോദിക്കുവാ ട്രിപ്പ് പോകാനുള്ള വണ്ടിയാണോ എന്ന്. അപ്പോൾ അണ്ണൻ പിടിച്ചാണ്ടല്ലേ ഞാൻ അവനെ. എടാ, ഇതോട്ട് ട്രിപ്പൊക്കെ ആകുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. നീ അടങ്ങ്. ഓക്കെ, നമ്മുടെ ഡേഞ്ചർ ഡാനി ഇച്ചിരി പെശകൊക്കെ പറ്റിച്ചു. അന്ന് കാര്യമൊക്കെ നമ്മൾ തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. ഈ കള്ളൻ വീണ്ടും നമ്മുടെ വണ്ടി തന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഏക വഴിയെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റോറൻറ്റിൽ നിർത്തുമ്പം എന്തായാലും ഫുഡ് അടിക്കാൻ നിർത്തും. രാവിലത്തെ എല്ലാവരും കഴിച്ചിട്ടാണ് വന്നത്. അപ്പം മിക്കവാറും ഉച്ചയ്ക്ക് നിർത്താൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഉച്ച വരെ നമ്മൾ വണ്ടി ഓടിക്കണം. നൈസായിട്ട് ഇവൻ കൈ ഒഴിഞ്ഞ് ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്മോക്കി നമുക്ക് ഓടിക്കാം. അത് നമ്മൾ ഓടിച്ചാൽ പിന്നെ ഇവന് വേറെ വഴിയില്ലാതെ ഇവൻ തന്നെ ഈ വണ്ടി എടുത്തോളും. ഭയങ്കര മടിയനാണ് ഗൈസ്, ഭയങ്കര മടിയനാണ്. അതുകൊണ്ട് മഴയൊക്കെ വീണ്ടും പെയ്യുന്നുണ്ട്. ഫുള്ള് മഴയാണല്ലോ. ഇന്നത്തെ ദിവസം ഫുള്ള് മഴയാണെന്ന് തോന്നുന്നു. ഇന്നലെ മഴയൊന്നും ഇല്ലായിരുന്നു, ഇന്ന് മഴയാണെന്ന് തോന്നുന്നു. എന്തായാലും പാട്ടൊക്കെ ഇട്ട് കൊടുത്താലോടാ. ശരിയാണ്, ഇപ്പോഴേ പാട്ടിട്ട് കൊടുക്കുക. അതാകുമ്പം പിള്ളേരിച്ചിലൂടെ നല്ല വൈബായിട്ട് പൊക്കോളും. ശരിയാ, എന്നാ ഇടല്ലേ. പിന്നെ ഗൈസ്, നമ്മളെന്തായാലും
ഇതൊരു 3-4 ദിവസത്തെ ട്രിപ്പാണ്. നമുക്ക് പറ്റുവാണെങ്കിൽ ഇത് പാർട്ട് 1, 2 അങ്ങനെയായിട്ട് ചെയ്യാം. എന്തായാലും നമ്മളിവിടെ വൈകിട്ട് നമ്മൾ ഗോവയിലാണ് പോകുന്നത്. അവിടെ എത്തുമ്പോഴത്തേക്ക് ഇന്ന് എപ്പോഴും പോകുന്ന സ്ഥലത്തല്ല, ഇന്ന് വേറെ ഒരു സ്ഥലത്താണ്, അതായത് ഗോവയിൽ തന്നെ വേറെ ഒരു സ്ഥലത്താണ് പോകുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ നമ്മളവിടെ എത്തുമ്പോഴത്തേക്ക് എന്തായാലും വൈകുന്നേരമൊക്കെ ആകും. ഇത്രയും നേരത്തെ ഇറങ്ങിയാലും വൈകുന്നേരമൊക്കെ ആകും അവിടെ എത്തുമ്പോഴത്തേക്ക്. എന്തായാലും അത്രയും നേരം പാട്ടൊക്കെ ഇട്ട് വൈകിട്ടങ്ങ് പോവാം. നേരമൊക്കെ വെളുത്ത് വന്നപ്പോൾ തന്നെ ഫുള്ള് മഴയാണ്. ഓക്കെ, ഞാൻ പോയി പാട്ടിടാന്നായി. റെയിൽവേ ട്രാക്ക് പതിയെ ചാടി. ഓക്കെ അപ്പോൾ ഗൈസ് നമ്മൾ പാട്ടിടാൻ വേണ്ടി പോവാണ്. 3, 2, 1 സ്റ്റാർട്ട്. ഓക്കെ, എല്ലാരും പൊളിക്ക് പിള്ളാരെ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾ ഈ വോക്കൽ എങ്ങനെയുണ്ടെന്ന് പറയുക. ഭയങ്കര ശബ്ദമായൊന്നും കേൾക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പം എല്ലാവരും എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളൂ ഗൈസ്. അതെ ഗൈസ്, ശരിയാണ്. എല്ലാവരും അവൻ പറഞ്ഞ പോലെ കമൻ്റൊക്കെ ചെയ്തോളൂ. ഭയങ്കര ശബ്ദമായിട്ടൊന്നും പറയാനൊന്നും പറ്റത്തില്ല ഗൈസ്. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് നമുക്ക് വർത്താനമൊന്നും പറയാനായിട്ട് പറ്റത്തില്ല, ഇത്രയും വലിയ DJ ഇട്ടേക്കുന്നതുകൊണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ നിർത്തിയാണ്. പിള്ളേർ പറഞ്ഞു നമ്മുടെ വോക്കലൊന്നും ഓഫ് ചെയ്യേണ്ട, അത് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ വർത്താനം ഒന്നും പറയാൻ പറ്റത്തില്ല, ഫുൾ ഇതായിരിക്കും ഗൈസ്. 2 വണ്ടി ഒരുമിച്ച് കിട്ടിയപ്പോൾ നമ്മൾ പെട്ടെന്നൊരു ഫോട്ടോ വീഡിയോ ഒന്ന് എടുത്തതാണ് പെട്ടെന്ന്. ഓക്കെ, ഗൈസ് ഇതിപ്പം നമ്മുടെ ഡാഷ് ക്യാമറയാണ് ഗൈസ്. നമ്മുടെ സ്മോക്കിയിലോട്ട് നമ്മൾ ഡ്രൈവിന് കയറിയിട്ടുണ്ട് മറ്റവന് പണി കൊടുക്കാൻ വേണ്ടി. ഇതിലും ഭയങ്കര ശബ്ദമാണ് ഗൈസ്. ഇതിലും നമ്മുടെ അതേ പാട്ട് തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്തായാലും ഡീസൽ അടിക്കാൻ കയറിയതാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഡീസലൊക്കെ ഫുൾ അടിച്ചിട്ട് നമുക്ക് പോവാം. ഇത് നമ്മുടെ ഡാഷ് ക്യാമറ ഒന്ന് കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. Hati-hati di jalan.
ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് ഇപ്പോഴും നമ്മുടെ വണ്ടി കിടന്ന് കിണ്ണം ഫുള്ള് പൊടി പിടിച്ച് വന്നാലും ഫുള്ള് വോക്കലൊക്കെ ഇട്ടേക്കുവാണ്. ഇപ്പോഴും വോക്കലിട്ട് നിർത്തിയേക്കുവാണ് അവിടെ. അപ്പോൾ നമ്മളിതെൻ്റെ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വന്നതാണ്. ഇതാണ് ഗൈസ് ഗോവ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ബസ്സിലെ ഗോവയും കാര്യങ്ങളും ഒക്കെ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത് ചെറിയൊരു ഗോവ പോലെയാണ്. പണ്ട് ഇവിടെ മഞ്ഞൊക്കെ ആയിരുന്നു ഇന്നാളെ വന്നപ്പം. അപ്പോൾ ഇപ്പം മഞ്ഞൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം ഞാൻ കിളിയണ്ണനെ തപ്പട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. അപ്പം ബൈ.